ബോധ്യപ്പെടുത്തണം, ഉപ്പ ഇപ്പോഴും ചെറുപ്പാണ്, എന്തിനും പ്രാപ്തിയുള്ള ആളാണെന്നൊരു ബോധ്യവും മക്കൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു ആത്മവിശ്വാസം ഉണ്ടാവും മക്കൾക്ക്. ആ മക്കൾക്കും നമ്മുടെ പ്രായം അറിയാം. അത് ഉപ്പയുടെ തലമുടി ഒന്ന് നരച്ചുപോയി എന്ന് കരുതി അതിൽ കുറവൊന്നും ഉണ്ടാവില്ല. പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാ നമ്മൾ നരച്ച മുടി കറുപ്പിക്കുന്നത്? അല്ലേ? എന്നിട്ടോ അതിന്റെ പേരിൽ സംഭവിക്കുന്നതൊക്കെ മസ്അലാപരമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ അപകടം അതിലൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. എന്നാൽ പോലും ഇത് പറയുന്നത് എന്താണെന്ന് പറയുന്നതൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലറുകൾ, ഷോപ്പുകളൊക്കെ എന്തായിക്കൊണ്ടിരിക്കുന്നു? കൂണുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രായമുള്ളവരെന്നോ ചെറുപ്പക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും കയറി ഇറങ്ങി ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൗഡറോ മറ്റു പെയിന്റോ ഒക്കെ ഉപയോഗിച്ച് ആ സ്ഥിതിയിൽ അയാൾ എങ്ങാനും അന്ന് മരണപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, ഇനി ബാക്കി ഞാൻ പറയണോ? ആ സ്ഥിതിയിൽ എങ്ങാനും മരണപ്പെട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മെ മയ്യിത്ത് കുളിപ്പിക്കുമല്ലോ, കുളിപ്പിക്കുന്ന സമയത്ത് മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുകൾ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും ഈ മയ്യിത്തിന്റെ ശരീരത്തിൽ വെള്ളം എത്തേണ്ട ഭാഗത്ത് എത്തുമോ? ഇല്ല. എന്തായിരിക്കും അവസ്ഥ? ആ ശരീരത്തോടു കൂടെ അല്ലേ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടി വരിക. ഇതൊന്നും ആലോചിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതൊന്നും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം ദുനിയാവിന്റെ മുകളിലുള്ള ഈ സാങ്കല്പികമായ നശിച്ചു പോകുന്ന, ഏതു സമയവും അവസാനിക്കാൻ സാധ്യതയുള്ള ഈ ജീവിതത്തിന്റെ പളവളപ്പ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. എന്നാൽ സ്വർഗത്തിലെ അവസ്ഥയോ? സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണും 33 വയസ്സിന്റെ ഉടമകളാണ്. അവർക്ക് ഒരിക്കലും വലാ യുഫ്നാ ശബാബുഹും, അവരുടെ യുവത്വം തീരുകയേ ഇല്ല, യുവത്വം നശിക്കുകയേ ഇല്ല. എപ്പോഴും 33 വയസ്സായിരിക്കും. അങ്ങനെ ആയിരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ എത്താൻ വേണ്ടി പണിയെടുക്കുക ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുന്ന് ആ രീതിയിലുള്ള കൃത്രിമത്വങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ സ്വർഗത്തിൽ എത്തിക്കപ്പെടുന്ന ചാൻസ് പോലും നഷ്ടപ്പെടും. കാരണം എന്താ? നിസ്കരിക്കാൻ വേണ്ടി നിർബന്ധമായ ബാധ്യത വീട്ടാൻ കുളിക്കുമ്പോൾ ശരീരത്തിൽ വെള്ളം എത്തിക്കൊള്ളണമെന്നില്ല. വുളൂ ചെയ്യുമ്പോൾ തല തടവുമ്പോൾ ആ തലമുടിയിൽ വെള്ളം നനഞ്ഞുകൊള്ളണമെന്നില്ല. വളരെ